നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് ₹2.61, ഡീസലിന് ₹2.71 കൂടി. നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാനത്തെ UDF സർക്കാർ നീങ്ങുമോ എന്ന് ആകാംക്ഷ. മാർച്ച് മാസം നടന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. പരക്കെ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് ₹2.61, ഡീസലിന് ₹2.71 കൂടി. ഇന്നത്തെ വർധന കൂടി വന്നതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് ₹115.32, ഡീസലിന് ₹104.41 വില. രണ്ടാഴ്ചക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. മെയ് 19-ന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ന് പെട്രോളിന് ₹2.61, ഡീസലിന് ₹2.71 കൂട്ടി. അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. മാർച്ച് മാസം നടന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം സർക്കാർ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഫലം ലഭ്യമാക്കും. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരണം. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലംപടിക്ക് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് യാത്രികന് പരിക്കേറ്റു. ആദൂർ സ്വദേശി 74 വയസ്സുള്ള ശങ്കരനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് ഇന്നേക്ക് 30 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. 1 പവൻ സ്വർണത്തിന് 1,16,880 രൂപയാണ് ഇന്നത്തെ വില. ഇന്ത്യയിൽ സ്വർണ്ണ ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടെ മെയ് 13-ന് ഒറ്റയടിക്ക് സ്വർണ്ണവില 10,200 രൂപയോളം വില വർദ്ധിച്ചിരുന്നു. ഈ മാസത്തിലെ ഏറ്റവും കൂടിയ സ്വർണ്ണവില 1,23,120 രേഖപ്പെടുത്തി. പിന്നീടുള്ള ദിവസങ്ങളിലായി സ്വർണ്ണവില ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഗുരുവായൂർ നഗരസഭ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വേനൽ പറവകൾ ത്രിദിന പഠന ക്യാമ്പിന് തുടക്കമായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AT ഹംസ, ഷാനി റെജി, V അനൂപ്, രതി ജനാർദ്ദനൻ, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ബുധനാഴ്ച പഠനയാത്രയോടെ ക്യാമ്പ് സമാപിക്കും. കുന്നംകുളം യൂണിറ്റി ആശുപത്രിയുടെ സ്ഥാപകനും പ്രമുഖ സർജനുമായ ഡോക്ടർ RM വർമ്മ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കുറച്ചുനാളായി എറണാകുളത്തെ വീട്ടിലായിരുന്നു താമസം. ശ്വാസ തടസ്സത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നുച്ചയ്ക്ക് 1:45-നായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 6:30-ന് എറണാകുളത്ത് രവിപുരത്ത് നടക്കും.
നിലമ്പൂർ കോവിലകത്ത് ശോഭവർമ്മയാണ് ഭാര്യ. ഡോക്ടർ സപ്നവർമ്മ മകളും ഡോക്ടർ ബാലഗോപാൽ വർമ്മ മരുമകനുമാണ്. ചലച്ചിത്ര താരങ്ങളായ ഊർമിള ഉണ്ണി സഹോദരിയും സംയുക്ത വർമ്മ സഹോദരി പുത്രിയുമാണ്. നല്ല തുടക്കത്തിനായി കുഞ്ഞു ചിരികൾക്കായി എന്ന ആശയം മുൻനിർത്തി പോർക്കുളം പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പോർക്കുളം സേവാഭാരതി പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. പോർക്കുളം സെന്ററിലെ MSS ഹാളിൽ പ്രമുഖ കവയിത്രിയും പ്രഭാഷകയുമായ KP ശൈലജ ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് C മഹേഷ് അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം പര്യാവരൺ ഗതിവിഗതി വിഭാഗ് സംയോജക് KN ഗോപി സേവാ സന്ദേശം നൽകി. ദേശീയ സേവാഭാരതി ജില്ലാ സാമാജികം കൺവീനർ AK വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മണിക്കുട്ടൻ, വിദ്യാഭ്യാസം ആയാമം കൺവീനർ സുധാഹർഷൻ, സരസ്വതി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 459 കുട്ടികൾക്കാണ് പഠനോപകരണ കിറ്റുകൾ സമ്മാനിച്ചത്. തുടർന്ന് ദീപ അജീഷ് നയിച്ച ഗാനമഞ്ജരിയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അമ്മയും മകനും കുന്നുകുളം CCTV ഓഫീസ് സന്ദർശിക്കാനെത്തി. ചൂണ്ടൽ തായങ്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന എടവന സാവിത്രി അമ്മയും മകൻ രാജഗോപാലുമാണ് CCTV സ്റ്റുഡിയോ കാണാൻ എത്തിയത്. വാർത്ത വായിക്കുന്നത് നേരിട്ട് കാണണമെന്ന സാവിത്രി അമ്മയ്ക്കൊരാഗ്രഹം. അപ്പോൾ പിന്നെ മകൻ രാജഗോപാൽ ഒന്നും നോക്കിയില്ല, നേരെ CCTV സ്റ്റുഡിയോയിലെത്തി. 16 വർഷം മുമ്പ് പക്ഷാഘാതം വന്ന സാവിത്രി അമ്മ കിടപ്പിലായതാണ്. അതുകൊണ്ട് എടുത്തു വേണം എല്ലായിടത്തും കൊണ്ടുപോകാൻ. എന്നാൽ മകന് ഒട്ടും ഭാരമല്ലത്. അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് യാത്രകളിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഇരുവരും ഇതിനോടകം 800-ലധികം സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞു. പ്രായം തളർത്താത്ത മനസ്സുമായി ഒരു കുഞ്ഞിനെപ്പോലെ മകന്റെ കയ്യിലിരിക്കുന്ന അമ്മയും അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. CCTVയിൽ എത്തിയ അമ്മ വാർത്താ സംവിധാനങ്ങൾ കൗതുകത്തോടെയാണ് നോക്കി മനസ്സിലാക്കിയത്. ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. നേരിട്ട് വാർത്ത വായിക്കുന്നതും കണ്ട് എല്ലാവരോടും കുശലന്വേഷണം നടത്തിയാണ് അമ്മയും മകനും മടങ്ങിയത്. തൃത്താല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ വിജയവും UDF സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തതിന്റെ ഭാഗമായി ചാലിശ്ശേരി UDF കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ VT ബൽറാം MLA നന്ദി പ്രകടനം നടത്തി. DJ ലൈറ്റും ശിങ്കാരിമേളവും പ്രകടനത്തിന് ആവേശം പകർന്നു. ഫാൻസി വെടിക്കെട്ടും അരങ്ങേറി. DCC സെക്രട്ടറി ബാബു നാസർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ, UDF ചെയർമാൻ സേതു മംഗലത്ത്, കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവധാര ജൂനിയർ അംഗങ്ങളായ 20ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സൊസൈറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് K ശരത് ലൂയിസ് അധ്യക്ഷനായി. സെക്രട്ടറി TA പ്രിൻസൺ, ട്രഷറർ ഗബ്രിയൽ B കാക്കശ്ശേരി, വൈസ് പ്രസിഡന്റ് PF തോമസ്, അംഗങ്ങളായ MT ഷാജു, KG ജെയ്സൺ എന്നിവർ സംസാരിച്ചു. കുന്നുകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുതിയ ശ്രീകോവിലിന്റെ ശിലാസ്ഥാപന കർമ്മം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിൽ വരാനിരിക്കുന്ന നവീകരണ കലശ ചടങ്ങുകളുടെ മുന്നോടിയായാണ് ക്ഷേത്രം പൂർണ്ണമായും പുതുക്കിപ്പണിയുന്നത്. തിങ്കളാഴ്ച രാവിലെ ആനയ്ക്കൽ ചെമ്മണ്ണൂരിലെ ശ്രീമൂലസ്ഥാനത്തു നിന്നും നിർമ്മാണത്തിനുള്ള ആദ്യ ശില വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ശിലാസ്ഥാപന കർമ്മം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. തച്ചുശാസ്ത്ര വിദഗ്ധൻ ബ്രഹ്മശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുക. ചടങ്ങിൽ ക്ഷേത്രം ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് KB അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, ട്രഷറർ MC അപ്പു, ക്ഷേത്ര മേൽശാന്തി മംഗലപ്പള്ളി ഹരികൃഷ്ണൻ നമ്പൂതിരി, വെളിച്ചപ്പാട് രാജേന്ദ്രപ്രസാദ്, മാനേജർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കൂടാതെ രൂപരേഖ തയ്യാറാക്കിയ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, എഞ്ചിനീയർ ഉണ്ണി നാരായണൻ, കോൺട്രാക്ടർമാരായ അശോകൻ, ബിജു എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖല യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ ക്യാമ്പയിന്റെ ഭാഗമായി കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണം സംഘടിപ്പിച്ചു.
ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം PS സഹല, മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ ട്രഷറർ VA നിസാം, യൂത്ത് ബ്രിഗേഡ് കൺവീനർ PK അജാസ് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റാഷിദ്, മുത്തലീഫ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടിയെഴുത്തുകാരി തപസ്യയുടെ പുതിയ പുസ്തകമായ ഓലപ്പമ്പരം പ്രകാശിതമായി. ഗുരുവായൂർ ഗോകുലം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ബ്രഹ്മകുളം നീതായനത്തിൽ സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യ എഴുതിയ മലയാളം കവിതകളുടെ സമാഹാരത്തിന്റെ പ്രകാശനമാണ് നടന്നത്. 6 വയസ്സിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കി വേൾഡ് റെക്കോർഡിനർഹയായ തപസ്യയുടെ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ ഭാവനകളാണ് മനോഹരങ്ങളായ കവിതകളായി പിറവിയെടുത്തത്. കവി ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവതാരികയും ബാലസാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ആസ്വാദനക്കുറിപ്പുമായി തയ്യാറാക്കിയ ഓലപ്പമ്പരത്തിന്റെ പ്രകാശന കർമ്മം കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരനായ ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള നിർവഹിച്ചു. എഴുത്തുകാരി സുനിത സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം സന ബാപ്പു മുഖ്യാതിഥിയായി. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തി. എഴുത്തുകാരായ CK ധന്യ, അഡ്വക്കേറ്റ് ഹരിദാസ്, ഡോക്ടർ വിദ്യാധരൻ കളരിക്കൽ, അഡ്വക്കേറ്റ് KM ഷാജി, രമിത കാട്ടകാമ്പാൽ എന്നിവർ സംസാരിച്ചു. തപസ്യ മറുപടി പ്രസംഗം നടത്തി. ഗോകുലം സ്കൂളിൽ ഈ വർഷം 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആമി എന്ന് വിളിക്കുന്ന തപസ്യയുടെ ആദ്യ 2 പുസ്തകങ്ങൾ 2 വർഷം മുൻപ് പ്രകാശനം ചെയ്തിരുന്നു. വർണ്ണജാലകം എന്ന പേരിൽ മലയാളത്തിലും മൈ മാജിക് പെൻസിൽ എന്ന പേരിൽ ഇംഗ്ലീഷിലുമായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്കുള്ള ആമിയുടെ വരവറിയിച്ച കൃതികൾ. ചെറിയ പ്രായത്തിൽ തന്നെ 2 ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിന് വേൾഡ് റെക്കോർഡിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ആമയുടെ കവിതകൾ. കിളികളും പൂക്കളും മരങ്ങളും ചിത്രശലഭവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വഴിയുണ്ടാകുന്ന ദുരന്തങ്ങളും ആമയുടെ ഭാവനയിൽ നിന്ന് കവിതയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. മുണ്ടൂർ ഇടവകയിലെ സെന്റ് സേവിയർ കുടുംബ കൂട്ടായ്മയുടെ വാർഷിക സംഗമം ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജെയ്സൺ ജോണിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി MM ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. AE കോൺവെന്റിലെ സിസ്റ്റർ അൽഫ ആന്റണി, ഇടവകയുടെ മാനേജിംഗ് ട്രസ്റ്റി PK ഔസേപ്പ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ET ജോൺസൺ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ജോൺസൺ ജോർജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ധന്യ ജോൺസൺ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് KR നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീ ചെയർപേഴ്സൺ സുമതി രാജൻ, പഞ്ചായത്ത് ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. വേലൂർ ASN നമ്പീശൻ മാസ്റ്റർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോതയെടുത്ത അപ്പുനായർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്ന 5 ലക്ഷം രൂപയുടെ ചെക്ക് AC മൊയ്തീൻ MLA ഏറ്റുവാങ്ങി. കോതയെടുത്ത് അപ്പുനായർ, അയ്യപ്പത്ത് പാർവതിയമ്മ, പാലിയേറ്റീവ് ഹോം കെയർ ഡോക്ടർ രാധാകൃഷ്ണൻ, നഴ്സ് ബേബി, പ്രവർത്തകരായ ശിവദാസൻ, ത്രേസ്യ എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PS സുഭാഷ്, സെക്രട്ടറി AJ ജോസ്, ട്രഷറർ AJ ജോക്കി, വൈസ് പ്രസിഡന്റ് OP സൈമൺ, ജോയിന്റ് സെക്രട്ടറി KK മോഹനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. 2014 സൊസൈറ്റി രൂപീകരിച്ച് വേലൂർ പഞ്ചായത്തിലെ 19 വാർഡുകളിലും പ്രവർത്തിച്ചു വരുന്നത്. ഹോം കെയർ യൂണിറ്റ് കിടപ്പു രോഗികളെ സന്ദർശിച്ച് സാന്ത്വന പരിചരണം നൽകുന്നുണ്ട്. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഗുരു പ്രണാമവും വേദജ്യോതി പുരസ്കാര സമർപ്പണവും നടത്തി. കഴിഞ്ഞ 3 വർഷമായി സാന്ദീപനി മാതൃസദനത്തിൽ നടത്തിവരുന്ന ആധ്യാത്മിക പഠന ക്ലാസിന് നേതൃത്വം നൽകുന്ന രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പാദപൂജ ചെയ്ത് പഠിതാക്കൾ ദക്ഷിണ നൽകി ആദരിച്ചു. കോഴിക്കോട് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിരാത്ര മഹായാഗത്തിന്റെ സംഘാടക സമിതി ചെയർമാനും ട്രസ്റ്റിയുമായ വിവേക് D ഷേണായിക്കാണ് വേദജ്യോതി പുരസ്കാരം നൽകിയത്. 12,345 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ആധ്യാത്മിക ആചാര്യൻ ഇരുനിലങ്കോട്ട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി സമ്മാനിച്ചു. അഷ്ടപതി ആചാര്യൻ ജ്യോതിദാസ് ഗുരുവായൂർ, ഗായകൻ K മോഹനകൃഷ്ണൻ, മദ്യ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് ദേശീയ അംഗീകാരം ലഭിച്ച ലളിത മോഹൻ രാജ്, അശ്വത് എന്നിവരെ ആദരിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
GNSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി GNSS സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു K. നായർ, ട്രഷറർ K. മോഹനകൃഷ്ണൻ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, സെക്രട്ടറി ശ്രീകുമാർ P. നായർ, രവീന്ദ്രൻ വെള്ളയ്ക്കൽ, രാധ ശിവരാമൻ നായർ, ശ്രീധരൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചരത്ന അഷ്ടപതി, ഗുരുവായൂർ നീരാഞ്ജനം ഭജൻസിന്റെ ഭജന എന്നിവയുമുണ്ടായിരുന്നു. ഒരുമനൂർ മാങ്ങോട്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വാട്സ്ആപ്പ് കൂട്ടായ്മ സ്കൂളിലെ നിർധന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് താഹിർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ അഡ്മിൻ ഷബീർ അധ്യക്ഷനായി. ജസീന കരീം, പ്രധാനാധ്യാപിക ഷീനി, PTA പ്രസിഡന്റ് ഹനീഫ, ചീഫ് അഡ്മിൻ ലിയാഖത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാത്രമംഗലം തോന്നല്ലൂർ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര നിർണയ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ ക്യാമ്പും നടത്തി. ആര്യ ഐ കെയർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ തോന്നല്ലൂർ മത്തായിപ്പടി കൊട്ടിലിങ്ങൽ കോംപ്ലക്സിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു ക്യാമ്പ്. വായനശാല പ്രസിഡന്റ് MP പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VSCB പ്രസിഡന്റ് വേണുമാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല സെക്രട്ടറി KM ശ്രീദേവി സ്വാഗതവും ലൈബ്രറിയൻ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ GCC ചാലിശ്ശേരി ജേതാക്കളായി. ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫൈനൽ മത്സരം ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ T. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഫൈനൽ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് സൂര്യ ഉദിനിപ്പറമ്പിനെയാണ് GCC ചാലിശ്ശേരി പരാജയപ്പെടുത്തിയത്. വിന്നേഴ്സ് ടീം GCC ചാലിശ്ശേരിക്ക് പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി സ്പോൺസർ ചെയ്ത 20,000 രൂപയുടെ പ്രൈസ് മണിയും പെരുമണ്ണൂർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും വിദ്യമണി സമ്മാനിച്ചു. റണ്ണേഴ്സായ സൂര്യ ഉദിനിപ്പറമ്പിന് ചാലിശ്ശേരി സലീം സോമിൽ നൽകുന്ന 10,000 രൂപയുടെ റണ്ണേഴ്സ് പ്രൈസ് മണിയും ബാലേട്ടൻ പെരുമണ്ണൂർ റണ്ണേഴ്സ് ട്രോഫിയും പഞ്ചായത്ത് അംഗം KR ബാലൻ നൽകി. ടൂർണമെന്റിൽ GCCയുടെ ശ്രീരാഗ് അമ്പാടി ബെസ്റ്റ് പ്ലെയറായും ശേഖർ GCC മികച്ച ഫോർവേഡറായും ചാച്ചു GCC എമർജിംഗ് പ്ലെയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗോൾ കീപ്പർ, സ്റ്റോപ്പർ, ബാക്ക് വിഭാഗങ്ങളിലായി ഉദിനിപ്പറമ്പ് ടീമിലെ ഋതു, ജുനൈ എന്നിവർക്ക് വേണുകുറുപ്പത്ത് ട്രോഫികൾ നൽകി. വിശിഷ്ടാതിഥികളായ വിദ്യാമണി, ലത്തീഫ് ഗുരുക്കൾ, പഞ്ചായത്ത് അംഗം KR ബാലൻ എന്നിവരെ ക്ലബ്ബ് ഭാരവാഹികൾ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സവിനയ്, സെക്രട്ടറി വിഷ്ണു, ട്രഷറർ വിനീത്, റാഷിദ്, വിവേക്, നിഖിൽ, റബി എന്നിവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് VSUP സ്കൂളിലെ 96 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമവും അധ്യാപകരെ ആദരിക്കലും നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സിജോ അധ്യക്ഷനായ പരിപാടി വാർഡ് മെമ്പർ കുമാരി മുരളി ഉദ്ഘാടനം ചെയ്തു. സിറാജ് P. അബ്ദുള്ള സ്വാഗതവും സൗമ്യ കോങ്ങത്ത് നന്ദിയും പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സ്നേഹസ്പർശം എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഹാളിൽ നടന്ന ക്യാമ്പ് മലങ്കര ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ ആന്റണി പൗലോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മലങ്കര ആശുപത്രിയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് ജോസ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ വിവേക്, ഡോക്ടർ സതീഷ്, പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെക്രട്ടറി ജയ്സൺ ചീരൻ എന്നിവർ സംസാരിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, പൾമനോളജി, ന്യൂറോളജി, ഓങ്കോളജി, ഓർത്തോപീഡിക്സ്, ENT, ഡയറ്ററി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഒരുക്കിയിരുന്നു. സൗജന്യ രക്തപരിശോധനകളും മരുന്ന് വിതരണവും നടത്തി. വടക്കേക്കാട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഹ്ലുസുന്ന ആദർശ പ്രയാണം സംഘടിപ്പിച്ചു. നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തിൽ മന്ദലാംകുന്ന് അൽ ഹിക്മ ജംഗ്ഷനിൽ നടത്തിയ ചടങ്ങിൽ ഷാഫി സൊബാഹി വിഷയാവതരണം നടത്തി. സലിം ബുസ്താനി ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി റഫീഖ് അകലാട് സ്വാഗതവും അൽ ഹിക്മ മസ്ജിദ് സെക്രട്ടറി ഉസ്മാൻ ബദർപള്ളി നന്ദിയും പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി.
ലോകകപ്പ് ഫുട്ബോൾ ആവേശവുമായി റിഥം ക്ലബ്ബ് മരത്തങ്കോട്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ആരാധകർ തമ്മിലുള്ള സൗഹൃദ മത്സരമാണ് റിഥം ക്ലബ്ബ് നടത്തിയത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അഷ്റഫ് സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ പ്രശാന്ത്, വിനീഷ്, ശ്രീജേഷ്, അഖിൽ, തക്കുടു, മുബാറക് എന്നിവർ നേതൃത്വം നൽകി. സൗഹൃദ മത്സരത്തിൽ അർജന്റീന ഫാൻസ് ജേതാക്കളായി. പുന്നൂർകുളം ആൽത്തറ കുണ്ടനി ശ്രീ ദണ്ഡൻസ്വാമി ക്ഷേത്ര മുറ്റത്ത് പുതുതായി നിർമ്മിച്ച കൊന്ന മരത്തറ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. കമ്മിറ്റി ചെയർമാൻ CK ഷൺമുഖൻ സ്പോൺസർ ചെയ്താണ് തറ കെട്ടി നൽകിയത്. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ CV പ്രസാദ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ VS ഷാനി, KA രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,610 രൂപ, പവന് 1,16,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധന വില വർധന. പെട്രോളിന് ഇന്ന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാനത്തെ UDF സർക്കാർ നീങ്ങുമോ എന്ന ആകാംക്ഷ. മാർച്ച് മാസം നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. പരക്കെ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.